വലിയൊരു എമ്പുരാൻ പോലെ എമ്പുരാൻ കണ്ടോ? എന്താ നിങ്ങൾ പറയുന്നത്? ഞാൻ പറഞ്ഞതിൽ എമ്പുരാൻ പോലൊരു പടം വലിയ ഹിറ്റ് ആയാലും വരാൻ പോകുന്ന പടത്തിന് അത് എന്റെ ഗ്രോസിനെ നല്ല രീതിയിൽ ബാധിക്കുന്നതല്ലേ പറഞ്ഞത്. ഇതൊക്കെ നിങ്ങളുടെ ശുഭപ്രതീക്ഷകൾ അങ്ങനെ ഇരിക്കട്ടെ. നമുക്ക് അറിയാത്ത കാര്യം ഒന്നും വേണ്ട. നമുക്ക് ഉണ്ടായിരിക്കണം. മനുഷ്യരുടെ കാര്യമായിട്ട് സംസാരിക്കുമ്പോഴാണ് അവരുടെ മറ്റേ മൈക്ക്. വാഹനം മാറ്റുന്നില്ല. അവർ ഒപ്പിടലുകളൊപ്പം നോക്കാം, പ്രൊഡ്യൂസർമാർ നോക്കട്ടെ, പടം നിർമ്മിച്ചവർ നോക്കട്ടെ. നടന്മാർ എന്നുള്ള രീതിയിൽ ഞങ്ങളുടെ നിലപാടാണ് പറഞ്ഞത്. മോഹൻലാൽ അടക്കമുള്ള ഒരു പോസ്റ്റ് പിൻവലിക്കുകയും ചെയ്തു. പക്ഷേ അദ്ദേഹത്തിൻ്റെ നിലപാടുകൾ അദ്ദേഹത്തിൻ്റെ സിനിമയുടെ ബഡ്ജറ്റ് പണം ഇറങ്ങുന്നതിന് കുറ്റപ്പെടുത്തി അങ്ങനെയുള്ള പരാമർശങ്ങളൊക്കെ ഉണ്ടായി. അപ്പോൾ അമ്മ പൂർണ്ണമായ നിലപാട് അവരെ മുമ്പിലെത്തുക എന്നുള്ളത് തന്നെയാണ്. ഇതിൽ മോഹൻലാലുമായിട്ടുള്ള പ്രശ്നങ്ങൾ മോഹൻലാലിനോട് ചോദിക്കുക നല്ലത്. കാരണം നമുക്ക് ഒരാളുടെയും വക്കാലത്ത് നിൽക്കേണ്ട കാര്യമില്ല. ഞാൻ ഇട്ട പോസ്റ്റ് ഞാൻ പിൻവലിച്ചിട്ടുണ്ടോ എന്നുള്ളതിന് ഞാൻ ഉത്തരം പറയാം. മറ്റുള്ളവർ പിൻവലിച്ചോ സപ്പോർട്ട് ചെയ്തോ അതിന് നമ്മൾ നിലപാടെടുക്കുന്നൊന്നും ഞാൻ പറയാനാണ് ശരിയല്ല. ഓക്കെ, അത് ഇതൊക്കെ ഇൻഡിവിജ്വലായിട്ടുള്ള പ്രൊഡ്യൂസർമാരുടെ പടങ്ങളല്ലേ. ഇൻഡസ്ട്രിയുടെ പടം എന്ന് പറയാൻ പറ്റില്ല. അങ്ങനെ പറയാൻ പറ്റും. ഇൻഡസ്ട്രിയിൽ എല്ലാവർക്കും കൂടെ ചേർന്നിട്ടൊരു പടമല്ലല്ലോ. അതിൻ്റെ പ്രൊഡ്യൂസറും അപ്പോൾ ആ പ്രൊഡ്യൂസറെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടോ ഇല്ലെന്നുള്ളതാണ് നിങ്ങൾ ചോദിക്കേണ്ടത്. ഇൻഡസ്ട്രിയെ സപ്പോർട്ട് ചെയ്യുന്നുള്ള ഇൻഡസ്ട്രിയെ നമ്മളൊക്കെ സപ്പോർട്ട് ചെയ്യുന്നു. എല്ലാവരും സപ്പോർട്ട് ചെയ്യുന്നു. ഇൻഡസ്ട്രിയിൽ വരുന്ന ഏത് പടവും, ഏത് ചെറിയ പടമാണെങ്കിലും വലിയ പടമാണെങ്കിലും ഒരേപോലെ സപ്പോർട്ട് ചെയ്യുന്ന ആളാണ് ഞാൻ. നല്ല പടമാണെങ്കിൽ അതിൽ ഒരാളുടെ പടത്തിന് മാത്രം സപ്പോർട്ട് ചെയ്യാത്തത് എന്തെന്ന് ചോദിക്കുന്നത് എനിക്ക് മറുപടി ഒന്നുമില്ല. എമ്പുരാൻ പോലെ ഒരു പടം വലിയൊരു ഹിറ്റ് എമ്പുരാൻ പോലെ എമ്പുരാൻ കണ്ടോ? പിന്നെ എന്താ നിങ്ങൾ പറയുന്നത്? ഞാൻ പറഞ്ഞതിൽ എമ്പുരാൻ പോലൊരു പടം വലിയ ഹിറ്റ് ആയാലും വരാൻ പോകുന്ന പടത്തിന് അത് എന്റെ ഗ്രോസിനെ നല്ല രീതിയിൽ ബാധിക്കുന്നതല്ലേ പറഞ്ഞത്. ഇതൊക്കെ നിങ്ങളുടെ ശുഭപ്രതീക്ഷകൾ അങ്ങനെ ഇരിക്കട്ടെ. നമുക്ക് അറിയാത്ത കാര്യങ്ങൾ നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. നിങ്ങൾ ഓടുന്ന ഏതെങ്കിലും പടങ്ങളെ പറ്റി പറ. ഇവിടെ ഈ 2025 കാലഘട്ടങ്ങളിൽ ഇങ്ങോട്ട് വരുമ്പോൾ നമ്മളുടെ യുവതലമുറ ലഹരിയുടെ പിടിയിൽ ഗോൾഡൻ സിനിമയിൽ ജോയ് മാത്യു എന്നുള്ളൊരു കഥാപാത്രം ഒരു കഞ്ചാവിനെ പറ്റിയിട്ടുള്ളൊരു കഥാപാത്രം ചെയ്തിട്ടുണ്ട്. അതെ അതെ. അപ്പോൾ ഇന്നത്തെ തലമുറ ഈ ലഹരിയുടെ പിന്നിൽ കാട്ടിക്കൂട്ടുന്ന ഇത്തരം കൊലകൾക്കൊക്കെ പങ്കുണ്ടെന്ന് വിശ്വസിക്കുന്നുണ്ടോ? സിനിമയ്ക്ക് എന്തെങ്കിലും പങ്കുണ്ടെന്ന് വിശ്വസിക്കുന്നുണ്ടോ? സിനിമയ്ക്ക് അങ്ങനെ വലിയ പങ്കൊന്നുമില്ല. ഇപ്പോൾ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് ഏറ്റവും വയലൻ്റ് ആയിട്ട് സിനിമ ഇപ്പോൾ വന്നൊരു സിനിമ, ഞാൻ പേര് പറയുന്നില്ല, ഇനി അത് പ്രശ്നമാക്കണ്ട. അത് കഴിഞ്ഞ ഉടനെ പോയിട്ട് അതിൽ ആരെങ്കിലും അതുപോലെ കൊലപാതകം നടത്തിയത് എനിക്കറിയില്ല. നിങ്ങൾ ആലോചിക്കേണ്ടത് സാഹിത്യം. ഇനി OTT പ്ലാറ്റ്ഫോമുകളിൽ വരുന്ന പടങ്ങൾ നിങ്ങൾ നോക്കി, വയലൻസ് എമ്മാതിരി വയലൻസാണ്. പിക്കി ബ്ലൈൻഡേഴ്സൊക്കെ കണ്ടു നിങ്ങൾ അല്ലേ? അതുപോലെ നിരവധി സിനിമകളുണ്ട്. ഇപ്പോൾ നമ്മളൊക്കെ തന്നെ മൊബൈലിൽ കുട്ടികൾ കാണുന്ന പടങ്ങൾ OTT വരുന്ന പടങ്ങളാണ്. വീട്ടിൽ പോയാൽ OTT പടങ്ങളുണ്ട്. തിയേറ്ററിൽ വരുന്ന ആൾക്കാർ വളരെ കുറവാണ്. നിങ്ങൾക്ക് തന്നെ അറിയാം തിയേറ്ററിലെ ആൾക്കാരുടെ വരവ്. പിന്നെ മീഡിയ, ഇനി ഒന്നും വേണ്ട. നമുക്ക് ഉണ്ടായിരിക്കണം. മനുഷ്യരുടെ കാര്യമായിട്ട് സംസാരിക്കുമ്പോഴാണ് അവരുടെ മറ്റേ മൈക്ക്. വാഹനം മാറ്റുന്നില്ല. ഇവിടെ നമ്മളെ OTT പ്ലാറ്റ്ഫോം നമ്മൾ ഒന്നും വേണ്ട. നമ്മുടെ സൊസൈറ്റിയിൽ പത്രം എടുത്ത് നോക്കും. ഒരു കൊലപാതകം വന്നാൽ ആ കൊലപാതകം നടന്ന രീതി വരച്ച്, ഗ്രാഫ് വരച്ച്, കാർട്ടൂൺ വരച്ച് സ്റ്റൈലൈസ് ചെയ്ത് കാണിക്കുന്നു. ഇനി അത് മാത്രം നമ്മളെ ഭരണാധിപന്മാരെന്താ ചെയ്യുന്നത്? ഒരു സമരം നടത്തുന്ന ആൾക്കാരെ ചെടിച്ചട്ടി കൊണ്ട് തലക്കടിക്കുന്നു. ചെടിച്ചട്ടി കൊണ്ട് തലക്കടിക്കുന്നതിന് ന്യായീകരിക്കുകയാണ്. അതായത് ഇത് ജീവൻ രക്ഷാ പ്രവർത്തനമാണ്. അപ്പോൾ കുട്ടികളെന്താ വിചാരിക്കുന്നത്? ഇത്തരം അക്രമങ്ങളൊക്കെ ജീവൻ രക്ഷാ പ്രവർത്തനമാണ്. വയലൻസിനെ എൻഡോഴ്സ് ചെയ്യുന്നതാണ് മീഡിയ, സിനിമ, നമ്മളുടെ സാഹിത്യം, നമ്മുടെ OTT പ്ലാറ്റ്ഫോമിൽ വരുന്ന സംഗതികൾ, പൊളിറ്റിക്സ്, ഡ്രഗിന് നല്ല പങ്കുണ്ട് ഈ കാര്യങ്ങളിലൊക്കെ. ഇപ്പോൾ കഞ്ചാവ് എന്നുള്ളത് അങ്ങനെ ഒരു വലിയ അതിഭീകരനായ ഒരു സാധനം, മദ്യത്തേക്കാൾ എത്രയോ വീര്യം കുറഞ്ഞൊരു സംഗതിയാണ്. പല രാജ്യങ്ങളിലും പോയിട്ടുള്ളത് എനിക്കറിയാം. അമേരിക്കയിൽ അത് അനുവദനീയമാണ്, കാനഡ അനുവദനീയമാണ്, ഓസ്ട്രേലിയയിൽ അത് ലഭ്യമാണ്. അവിടെയൊക്കെ ഉണ്ട്. പ്രായപൂർത്തിയായ ആൾക്കാർക്ക് കിട്ടുന്ന സാധനമാണ് അത്. കഞ്ചാവ് വലിച്ചിട്ട് ഒരാൾ അക്രമം കാണിച്ചത് വളരെ റയറായിട്ടുണ്ടാവാം. അതിനേക്കാൾ കൂടുതൽ മദ്യപിച്ചിട്ടല്ലേ. ഇവിടെ ഏറ്റവും ബാറുകളാണുള്ളത്.
മദ്യവർജനത്തിനെതിരെയാണ് ഞങ്ങളുടെ നിലപാട് എന്നൊക്കെ പറഞ്ഞ സർക്കാർ ബാർ നിയന്ത്രിക്കുന്ന പറഞ്ഞിട്ട് ഇപ്പൊ ബാർ കൂടിയിട്ടുള്ള ഒരു ഇതുള്ളൂ. അത് ഈ സർക്കാരിനെ പറ്റി പറയാൻ തുടങ്ങിയ ഇപ്പൊ ഈ സമയം മതിയാവില്ല, ഭയങ്കര വെയിലുമാണ്. ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. സമയം തന്നെ ശരി. അപ്പം ഡ്രഗിനെതിരെ നമുക്ക് പടപൊരുതാം. Say no to drug.